അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അമില ഇബ്നു ആദമ അമലൻ അൻജാലഹു മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്. റവാഹു അഹ്മദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളൊക്കെ അമലുകൾ ചെയ്യുന്നത് എന്തിന് എന്നൊരാൾ ചോദിച്ചാൽ അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് അല്ലാഹു കൽപ്പിച്ചതുകൊണ്ട്. നിസ്കരിക്കുന്നത് എന്തിനാ? അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട്. നിസ്കരിച്ചില്ലെങ്കിൽ എന്താ? അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടും. അപ്പോൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇനി നിസ്കരിക്കുന്നത് എന്തിനാ? സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തുടങ്ങി ഒരു ചോദ്യത്തിന് പല മറുപടി നൽകാൻ കഴിയുന്ന ഒരു കാര്യമാണ് അമല്, ഇബാദത്ത് എന്നൊക്കെ പറഞ്ഞാൽ. എന്നാൽ ഒരാൾ കുറേ അമലുകൾ ചെയ്യുന്നു. ഈ അമലുകൾ കൊണ്ടൊക്കെ അയാൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുമോ? നരകത്തിന് രക്ഷപ്പെടാൻ പറ്റുമോ? അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ രക്ഷപ്പെടാൻ പറ്റുമോ? കഴിയില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായൊരു മറുപടി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരാളും സ്വർഗത്തിൽ അയാളുടെ അമലുകൾ കൊണ്ട് മാത്രം പ്രവേശിപ്പിക്കപ്പെടുകയില്ല. ഖാലു, സഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളോ? നിങ്ങൾ നിങ്ങളുടെ അമലുകൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ എത്തുമോ? ലാ വലാ അന, ഇല്ല, ഞാനും തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫളുലും റഹ്മത്തും എന്നിങ്ങനെ ചുറ്റി പൊതിഞ്ഞില്ലെങ്കിൽ എന്റെയും അവസ്ഥ ദയനീയമാണ്. അപ്പൊ മനുഷ്യനെ, വ്യക്തിയെ, അടിമയെ അള്ളാഹു സ്വർഗത്തിലാക്കാൻ വെച്ച രണ്ട് കണക്ഷനാണ്. ഒന്ന് ഫളുല്, ഒന്ന് റഹ്മത്ത്. ഇതെങ്ങനെ നേടിയെടുക്കാം? അത് നേടിയെടുക്കാനുള്ള വഴിയാണ് ദിക്റുള്ള, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്, ഓർക്കുക എന്നുള്ളത്. എല്ലാ പണിയും കഴിഞ്ഞു വെച്ച ഒരു വീടിൻ്റെ വൈദ്യുതി കണക്ട് ചെയ്യുമ്പോഴാണ് ബാക്കിയൊക്കെ പ്രവർത്തിക്കുന്നത്. ഈ വൈദ്യുതിയാണ് ദിക്റുള്ള. എന്നാൽ ചില ആൾക്കാർ ഇബാദത്തൊക്കെ വലിയ കേവലമായി നിർവഹിക്കും, അതിൽ ദിക്റില്ല. അല്ലാഹു പറയാം, യുറാഊനന്നാസ, മനുഷ്യന്മാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലൻ, അതിൽ ദിക്ർ വളരെ കുറച്ചുണ്ടാകുക. കുസാല, അവർ മടിയന്മാരായിരിക്കും. ഇതൊക്കെ ഖുർആന്റെ പരാമർശങ്ങൾ. ആരെപ്പറ്റി തന്നെ? നിസ്കരിക്കുന്നവരെ പറ്റിയാണ്. നിസ്കരിക്കുന്നുണ്ട് നാട്ടിലെ ആൾക്കാരൊക്കെ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതുപോലെ. ഇപ്പൊ 10 ആൾ നിസ്കരിക്കണേ 10 കോലത്തിലാണ്. അതെങ്ങനെയായി പോയി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ പ്രാവശ്യം നിസ്കരിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും രൂപത്തിൽ. ഈ 10 അല്ലെങ്കിൽ 25 പേര് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള നിസ്കാരത്തിൽ ഏറ്റവും മഹപ്രധാനമായിട്ടുള്ളത് ദിക്റിലാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നതിനിടയിൽ മുഴുവൻ ദിക്റുകളാണ്, ഔറാദുകളാണ്, ദുആകളാണ്. ഇതൊന്നുമില്ലാത്ത കുറേ വളച്ചിലും തിരിച്ചിലും പുളച്ചിലും നിഴലിലും ഇരിക്കലും മാത്രമാണെന്ന് ധരിക്കുന്ന നിസ്കാരക്കാരെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത്. അവർ വെറും യാന്ത്രികമായി നിസ്കരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ വേറെ കുറെ ആൾക്കാരുണ്ട്, നിസ്കാരമൊന്നുമില്ല, അവർ വെറും ദിക്റിന്റെ ആൾക്കാരാണ്, തസവ്വുഫിന്റെ ആൾക്കാർ, സൂഫിയത്തിന്റെ ആൾക്കാർ. ഇപ്പൊ കണ്ടില്ല, വയറിലെ ഒരു പാട്ടുണ്ട്. എന്താ പാട്ട്? ഭ്രാന്തായാൽ എന്ത് സുഖം. അത് നെട്ടും പൊട്ടും പോയാലല്ല, മറിച്ച് പിന്നെന്താ? അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഒരു ആവശ്യമില്ല എന്നല്ല പറയുന്നത്. ഏതുവരെ? യഖീനാകുന്നത് വരെ മാത്രം മതി ദിക്റും ഔറാദുകളും ഒക്കെ എന്ന് പറയുന്ന തസവ്വുഫിന്റെ അല്ലെങ്കിൽ ത്വരീഖത്തിന്റെ ആളുകൾ. ഇൽമും മഅരിഫത്തും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു ആത്മീയ ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഭൗതികമായ ലോകത്ത് ഇബാദത്തുകൾ ആവശ്യമില്ല എന്ന് പറയുന്ന കള്ളത്വരീഖത്ത് ഡേഞ്ചറാണ്, വളരെ പ്രയാസമാണ്. കാരണം അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്നത് ആ ത്വരീഖത്ത് സിറാത്തുൽ മുസ്തഖീമിൽ എത്ര. നമുക്ക് പറഞ്ഞു ഇതിലെ സിറാത്തുൽ മുസ്തഖീം 2 പ്രാവശ്യം ഇപ്പോൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ആമീൻ പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? ഒറ്റ ദുആയിലുള്ളൂ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലാക്കണേ. അതേതാ വഴി? ഈമാന്, ഇഖ്ലാസ്, ദിക്റ്, ഫിക്ർ എല്ലാം കൂടി ചേർന്ന ഇബാദത്ത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരുന്ന അതാ 4-ാമത്തെ അധ്യായം സൂറത്തുൽ നിസായിലെ 69-ാമത്തെ ആയത്തിലൂടെ വമൻ യുതിഇല്ലാഹ വർ-റസൂൽ, ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുവോ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖ. അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സിൽസില സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവരാണ് സ്വർഗത്തിന്റെ അവകാശികൾ. അതല്ലാതെ കർമ്മങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് എന്താകുന്നില്ല, ഒരാളും യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാണ് റസൂലുള്ളാഹി പറഞ്ഞ മാ അമില ഇബ്നു ആദം, ഒരു ആദമിന്റെ മകനും ഒരമലും പ്രവർത്തിക്കുന്നില്ല അൻജാലഹു മിൻ അദാബില്ലാ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എങ്ങനെ, മിൻ ദിക്രില്ലാ, ദിക്റുള്ളയേക്കാൾ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് നരകശിക്ഷയിൽ രക്ഷപ്പെടുത്താൻ പോകുന്നതാണ്. കാരണം എല്ലാ അമലിന്റെയും മുഖ് ആ ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിൽ നനവുള്ളിടത്തോളം കാലം ദിക്റുകൾ പൊഴിയുന്ന നാവിന്റെ ഉടമകളായി തീരാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അന്ത്യശ്വാസം വലിക്കുമ്പോൾ അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനും ഇനി തിരിച്ചൊരു തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാതിരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗവും പ്രയാദിക്കവുമുള്ള രോഗികളും പ്രയാസപ്പെടുന്നവരുമായ ആളുകൾ ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും ആജിലും കാബിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ പരസഹായം ഇല്ലാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിൽ മഈശത്തിൽ അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ സഹോദരങ്ങളുടെ നോറുന്ന നോവുകൾക്ക് ശാശ്വതമായ പരിഹാരം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവരുടെയും നമ്മുടെയും നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി തന്ന് അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.